ഹായ് ഗൈസ്, എന്നെ ഉണ്ട്. വെൽക്കം ടു അലമാര. 2025 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷനുള്ള അസൈൻമെൻറ്റുകൾക്കും സബ്മിഷൻ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റുകൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അതിന് മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. ആ എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വന്നിരിക്കുന്നത് ODL മോഡ് ഓഫ് അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ ഡേറ്റ് ആണ്. അപ്പോൾ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. എന്താണ് ഡേറ്റ് ഷീറ്റ് വന്നിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു അപ്ഡേറ്റ് സൈറ്റിൽ വന്നിരിക്കുന്ന 18/2/2025 അപ്പോൾ വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. എന്ന് തൊട്ടാണ് എക്സാമിൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാനായിട്ടുള്ള PDF ആണിത്. ഈ PDF ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള വന്നിരിക്കുന്ന ഡേറ്റ് ഷീറ്റ്. ഈ ഡേറ്റ് ഷീറ്റിൽ നമുക്ക് ഇവിടെ കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 18 ഫെബ്രുവരിയിലാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. വന്നിരിക്കുന്നത് ഫൈനൽ ഡേറ്റ് ഷീറ്റ് അല്ല, ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ഷീറ്റാണ്. ഈ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റിൽ ഉള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റിന് സ്ലൈറ്റ് ചേഞ്ചസ് വന്നേക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാം തുടങ്ങുന്ന ദിവസം ആദ്യം തന്നെ അറിയേണ്ടതായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഡേറ്റ് 2/6/2025, അതായത് ജൂൺ 2 നമുക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോർണിംഗ് സെഷനും ഈവനിങ് സെഷനുമായിട്ടാണ് നോർമലായിട്ട് എക്സാം നടക്കുന്നത്. അതേ ഒരു ഫോർമാറ്റ് തന്നെ ഇപ്പോൾ ഇവിടെയും തുടരുന്നു. എന്നാണ് എക്സാം തീരുന്നു നോക്കാം. 11/7 എക്സാം തീരും. അതായത് ജൂലൈ 7 എക്സാം തീരും, ജൂൺ 2 സ്റ്റാർട്ട് ചെയ്യും. അലമാര ടീം ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിലൊക്കെ കുറേയധികം പേപ്പറുകളൊക്കെ ഇനിയും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പല കോഴ്സുകളും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ പക്ഷേ ഇതിൽ ഉണ്ടാകില്ല. അതിനർത്ഥം ആ എക്സാം നടക്കില്ല എന്നല്ല, ഇനി വരും ദിവസങ്ങളിൽ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റുകൾ വീണ്ടും അപ്ഡേറ്റ് ആവും. ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 1ഉം 2ഉം ഒക്കെയുള്ള അപ്ഡേറ്റുകൾ വരും. മിനിമം ഒരു 4-5 ഡേറ്റ് ഷീറ്റുകളെങ്കിലും പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റി ഫൈനൽ ഡേറ്റ് ഷീറ്റ് വരുന്നത്. ആ ഫൈനൽ ഡേറ്റ് ഷീറ്റ് വരുമ്പോഴായിരിക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഡേറ്റ് ഷീറ്റുകൾ വരുന്ന സമയത്ത് നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി അലമാര ഒരു ചലഞ്ചിന് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞാൻ പേഴ്സണലായിട്ട് ഇത്തവണ ജൂൺ പരീക്ഷ എഴുതുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റിലാണ് ഞാൻ എക്സാം എഴുതുന്നത്. എൻ്റെ വളരെ ബിസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ നിങ്ങളും ഉള്ള ആളുകളാണെങ്കിൽ എക്സാംസിന് മിനിമം ഒരു 70% മാർക്കുകൾ സ്കോർ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ചേരാം. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഈ എക്സാം ഒരുമിച്ച് നമുക്ക് നേരിടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ചലഞ്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. അതൊരു ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങളൊന്ന് ഫില്ല് ചെയ്തേക്കുക. നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്ത് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് മാക്സിമം ഞങ്ങൾക്ക് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പറായിട്ടുള്ള ആളുകൾക്ക് അറിയാം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ അസൈൻമെൻറ്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾ എക്സാമിന് ഉള്ള അസൈൻമെൻറ്റ്സ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറേ എണ്ണം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞ ഒരു ജൂൺ സെഷൻ വരെ ഉള്ള എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഡിസംബറിൽ കിട്ടാനായിട്ടുണ്ട്. കിട്ടുന്നതൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കുറേയധികം കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാൻ പറ്റും. അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് എടുത്തിരിക്കുക. എക്സാംസിന് ഫീസ് അടയ്ക്കുന്ന ദിവസം തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള എല്ലാ അപ്ഡേറ്റും അതിലുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ചലഞ്ചും. എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ജോയിൻ ചെയ്താൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അറിയിച്ചാൽ മതി. നമുക്കതിന് ശേഷം ഒരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്ത് നമുക്ക് പഠനമൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോകാം. അപ്പം എങ്ങനെയാണ് പഠിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളും വരും. അപ്പോൾ ജൂൺ 2 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി എക്സാമിൻ്റെ ഡേറ്റ് എന്നാന്നുള്ള ചോദ്യം ഗ്രൂപ്പുകളിൽ നിരോധിച്ചിരിക്കുന്നു. കാരണം പല ആളുകളും കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. പല ആളുകൾ അസൈൻമെൻറ്റുകൾ ചോദിക്കുമ്പോൾ ഈ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ടെൻഷനുകളും മാറിയിട്ടുണ്ട്. എന്തായാലും ജൂണിൽ നോർമലായിട്ട് എക്സാംസ് നടക്കും, ജൂലൈയിൽ തീരുകയും ചെയ്യും. ഇനി വിദേശത്തുള്ള ആളുകൾക്കൊക്കെ നാട്ടിൽ വന്ന് എഴുതാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ടിക്കറ്റൊക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും, ഹോളിഡേയ്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. എക്സാംസിൻ്റെ ഡേറ്റ് ഇത് ഫൈനലൈസ്ഡ് അല്ല, സ്ലൈറ്റ് ചേഞ്ചസ് എന്തായാലും ഉണ്ടായേക്കാം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ അപ്ഡേറ്റ്. ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. എന്തായാലും ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്.
ടേക്ക് എക്സാംസ് വെരി സീരിയസ്ലി. എക്സാംസിനെ ഏറ്റവും ധീരതയോടെ നേരിട്ട് ഏറ്റവും നല്ലൊരു വിജയം എല്ലാവർക്കും കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. സോ ലെറ്റ്സ് ഫേസ് ദ എക്സാം. ഓൾ ദി ബെസ്റ്റ്.